ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലീവാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ, നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച വാഴയിലൊക്കെ ഫ്രിഡ്ജിൽ തന്നെ ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ എടുത്തു. അപ്പൊ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, തോരനും കുറച്ച് കറികളുമായിട്ട് നമ്മളൊരു പൊതിച്ചോറ് സെറ്റാക്കാൻ പോവാണ്. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്താണ്. നമ്മൾ ഉണ്ടാക്കുന്ന സമയം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ ചോറ്, ഇത് മട്ടേരിയാണ്. നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യൻ കടയുണ്ട്, നമ്മൾ അവിടെ പോയി മട്ടേരിയാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റൈസ് ഇടാം. വാഴയിലൊക്കെ ആണെങ്കിലും അത്ര നല്ലതൊന്നും ആയിരിക്കത്തില്ല, ചെറിയതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ, നമ്മുടെ നാട്ടിലെ പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. ഇനി നെക്സ്റ്റ് ഫിഷ് ഫ്രൈ ആണിത്. അപ്പൊ നമുക്ക് അത് വിടാം. ഇനിയുള്ളത് പയറ് തോരനാണ്. പയറും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് തേങ്ങയിട്ട് വെച്ച തോരൻ. അപ്പൊ അതും നമുക്ക് ചോറിൻ്റെ കൂടെ ഇടാം. പിന്നെയുള്ളത് നമ്മൾ പന്നിക്കറി വെച്ചിട്ടുണ്ട്, ചാറുകറി പോലെ. അപ്പൊ അതും നടുക്കോട്ടിടാം. പിന്നെ ഉള്ളത് മുട്ടയാണ്, മുട്ട പൊരിച്ചു, അതും ചേർക്കാം. പിന്നെയുള്ളത് ചമ്മന്തി ഇല്ലാതെ എന്ത് ഊണല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെക്കാം. അപ്പൊ ഗൈസ്, പെട്ടെന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയതാണിത്. ഇതിൻ്റെ അകത്ത് പപ്പടം, അച്ചാർ അതൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പൊ കഴിക്കുന്നില്ല, കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കിയതല്ലേ, അപ്പൊ ടേസ്റ്റ് ഉണ്ടോന്ന് ഒന്ന് തിന്ന് നോക്കാം. നമ്മൾ കുറച്ചു നേരം ഞാൻ അടച്ചു വെച്ചായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാ കറികളും കൂടെ കൂട്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. അപ്പൊ എന്തായാലും നോക്കാം. കുറച്ച് തോരനും കുറച്ച് മീൻ വറുത്തതും കുറച്ച് മുട്ടയും എല്ലാം കൂടെ വെച്ചിട്ട് മൂരിൻ്റെ അകത്തോടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ വെച്ചതായതുകൊണ്ട് പറയുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ പോലെ ഇങ്ങനെ പുറത്തൊക്കെ താമസിക്കുന്നവരുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒന്നായിരിക്കും പൊതിച്ചോറൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ലീവൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാ ഫുഡും ഉണ്ടാക്കി ഇങ്ങനെ തിന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ തിന്നു കഴിയുമ്പോൾ ഒരു ഫീലാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ പുറത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ചൂസ്.